ഇന്നുള്ള ജീവിതം കുറെ കൂടി മെച്ചപ്പെടുത്തണം. ജീവിതത്തിൽ തൊടുന്നതെല്ലാം പൊന്നാകണം. ജീവിതത്തിലെ എല്ലാ സംരംഭങ്ങളും വിജയിക്കണം. സമാധാനവും സംതൃപ്തിയും സന്തോഷവും നിറഞ്ഞതാകണം ജീവിതം. ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നവരാണ് നമ്മളിലധികം പേരും. എന്നാൽ എത്ര പേർക്ക് അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്നുണ്ട്? ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ വിജയങ്ങളുടെ ഒരു ഘോഷയാത്ര കാണുവാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സംതൃപ്തിയും കളിയാടുന്നത് കാണാം. തൊട്ടതെല്ലാം പൊന്നാക്കുന്നവരെന്ന് അവരെ വിശേഷിപ്പിക്കാറുണ്ട്. അവരുമായി ഇടപഴകുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമ്മിലേക്ക് പ്രവഹിക്കുന്നതായി അനുഭവപ്പെടും. മറ്റു ചിലരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നേരെ വിപരീതമായിരിക്കും നാം കാണുന്നത്. ജീവിതം മുഴുവൻ പരാജയം. അവർ എന്ത് ചെയ്താലും പരാജയങ്ങൾ മാത്രം. അത് കുടുംബജീവിതത്തിലായാലും തൊഴിൽ മേഖലയിലായാലും എവിടെയും പരാജയങ്ങളുടെ കഥകൾ മാത്രം. ദുഃഖങ്ങളും പ്രയാസങ്ങളും ആകുലതകളും നിറഞ്ഞതായിരിക്കും അവരുടെ ജീവിതം. അവരുമായി ഇടപഴകുമ്പോൾ നമ്മിലേക്ക് ഒരു നെഗറ്റീവ് എനർജി പ്രവഹിക്കും. ഇങ്ങനെയുള്ളവരോട് സഹകരിക്കാൻ പോലും ആരും വലിയ താല്പര്യം കാണിക്കാറില്ല. എന്തായിരിക്കും ഇതിന് കാരണം? ചിലർക്ക് ജീവിതത്തിൽ വിജയങ്ങളും സന്തോഷവും സംതൃപ്തിയും, മറ്റു ചിലർക്ക് പരാജയങ്ങളും ദുഃഖങ്ങളും അസംതൃപ്തിയും. അത് കണ്ടെത്തുവാൻ അവരുടെ ജീവിതത്തിലേക്കും മനോഭാവത്തിലേക്കും അവരുടെ സ്വഭാവത്തിലേക്കും ഒന്ന് സൂക്ഷ്മമായി നോക്കിയാൽ മാത്രം മതി അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താം. ജീവിതത്തിൽ വിജയം നേടുന്നവരെയും സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്നവരെയും നോക്കിയാൽ ഒരു കാര്യം ബോധ്യമാവും. എന്താണത്? അവർ മറ്റുള്ളവരോട് ഇടപെടുന്നത് സന്തോഷത്തോടെയും പ്രോത്സാഹന മനോഭാവത്തോടെയുമായിരിക്കും. അവരുടെ ഹൃദയം സന്തോഷം നിറഞ്ഞതായിരിക്കും. വെറുപ്പോ ഈർഷ്യയോ അവരിൽ കാണില്ല. അവർ എപ്പോഴും എല്ലാത്തിനും നന്ദിയും കൃതജ്ഞതയും ഉള്ളവരും എല്ലാത്തിലും സന്തോഷം കണ്ടെത്തുന്നവരുമായിരിക്കും. അവർക്ക് ലഭിക്കുന്ന വലിയ കാര്യങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ദൃഷ്ടിയിൽ നിസ്സാരമെന്ന് തോന്നുന്നതിൽ പോലും അവർ സന്തോഷിക്കുന്നവരും നന്ദിയുള്ളവരുമായിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് സ്തുതി പാടുവിനെന്ന്. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നുവെന്ന്. അതായത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ചെറുതോ വലുതോ എന്ത് കാര്യമായാലും നാം അതിൽ സംതൃപ്തരും നന്ദിയുള്ളവരുമായിരിക്കണം. അങ്ങനെയുള്ളവരുടെ ജീവിതവും എപ്പോഴും സന്തോഷം നിറഞ്ഞതായിത്തീരും. നമ്മൾ ആരോട് ഇടപഴകുന്നു, എങ്ങനെ ഇടപഴകുന്നു എന്നത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നതാണ് സത്യം. മനസ്സിലെപ്പോഴും സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്നവരോടും ജീവിത വിജയം കൈവരിച്ചവരോടും ഒപ്പമാണ് നാം കൂടുതൽ സമയം ഇടപഴകുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ആ സന്തോഷവും വിജയവും ഉണ്ടാകും. മറിച്ച് എപ്പോഴും ദുഃഖവും വെറുപ്പും നിരാശയും നിറഞ്ഞവരോടൊപ്പമാണ് ഇടപഴകുന്നതിലോ എങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുക. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. നമുക്ക് ആവശ്യമുള്ളതൊക്കെ നാം യൂട്യൂബിൽ തിരയാറില്ലേ? പാട്ടുകൾ, പ്രസംഗങ്ങൾ, നല്ല ചിന്തകൾ, ചരിത്രങ്ങൾ, സിനിമകൾ, അങ്ങനെ പലതും. ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് തിരയും. പിന്നീട് നാം എപ്പോൾ യൂട്യൂബ് തുറന്നാലും നമ്മൾ മുമ്പ് എന്ത് യൂട്യൂബിൽ തിരഞ്ഞുവോ അതുമായി ബന്ധപ്പെട്ടതോ അതേ സ്വഭാവത്തിലുള്ളതോ ആയ വീഡിയോകളായിരിക്കും ഒന്നിനു പിറകെ ഒന്നായി നാം തിരയാതെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരും. അതേപോലെ തന്നെയാണ് ജീവിതത്തിലും. നാം സന്തോഷവും ആനന്ദവും നിറഞ്ഞ സാഹചര്യങ്ങളിലാണ് ഇടപഴകുന്നതെങ്കിൽ, വിജയങ്ങൾ കൊയ്തവരോടൊപ്പമാണ് സഹകരിക്കുന്നതെങ്കിൽ, അത്തരം സാഹചര്യങ്ങളായിരിക്കും വീണ്ടും വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് ദൈവം കൊണ്ടെത്തിച്ചു തരിക. ആ ദൈവത്തെ ചിലർ പ്രപഞ്ചമെന്നോ പ്രപഞ്ചശക്തിയെന്നോ ഒക്കെ വിളിക്കാറുണ്ട്. അതെന്തായാലും ആ ശക്തി നമ്മുടെ മുമ്പിൽ എത്തിച്ചു തരിക അത്തരം സാഹചര്യങ്ങളായിരിക്കും. അങ്ങനെ തന്നെയാണ് വെറുപ്പും ഈർഷ്യയും ദുഃഖവും നിറഞ്ഞ സാഹചര്യങ്ങളുമായി ഇടപഴകുന്നവർക്ക് സംഭവിക്കുന്നതും. അവരുടെ മുമ്പിലേക്ക് ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എത്തിച്ചു കൊടുക്കുന്നതും അത്തരം സാഹചര്യങ്ങൾ തന്നെയായിരിക്കും. ബൈബിളിൽ പറയുന്നത് പോലെ അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരും. അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും വിജയവും ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, വെറുപ്പും ഈർഷ്യയും ദുഃഖവും നമ്മിൽ നിന്ന് അകറ്റണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ലഭിച്ച എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കുകയും സന്തോഷം നിറഞ്ഞ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ കൈവരിച്ചവരോടൊപ്പം ഇടപഴകുകയുമാണ് വേണ്ടത്.